ഇ-പോസ് മെഷീനുകൾ പണിമുടക്കിയതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണവും മസ്റ്ററിംഗും തടസ്സപ്പെട്ടു. ഉച്ചയോടെ ചിലർക്ക് ശരിയായി, ചിലർക്ക് ഇനിയും ശരിയായിട്ടില്ല. നമ്മുടെ കാർഡിന്റെ നമ്പർ അടിച്ചു, പേര് വിവരം വരുന്നില്ല. പേര് വിവരം വന്നെങ്കിൽ നിങ്ങളുടെ കാർഡിനകത്ത് എത്ര ആളുണ്ടെന്ന് അറിയത്തുള്ളൂ. ആ ആളിൻ്റെ പേര് വന്നിരിക്കുന്ന ആൾ നമ്മുടെ പേര് അതിൻ്റെ നേർക്ക് കൈവെക്കണം. വിരൽ വെച്ചെങ്കിലേ റേഷൻ എത്ര ഉണ്ടെന്ന് അറിയത്തുള്ളൂ, അത് ഓണാവത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനവും വരുന്നില്ല. നമ്മുടെ കാർഡിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളത് പോലും അറിയാൻ പറ്റുന്നില്ല. ചുരുക്കത്തിലൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ മസ്റ്ററിങ് വന്നതുകൂടി ഒരു പ്രശ്നമായോ? മസ്റ്ററിങ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭക്ഷ്യവകുപ്പിനാണ്. വകുപ്പ് അത് വ്യാപാരിയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഉണ്ടെങ്കിൽ അതിന് കൂലി തരണം. പശ്ചിമ ബംഗാളിൽ ഒരു കാർഡിന് കൂലിയുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. കേരള സംസ്ഥാന ഗവൺമെൻറ് മാത്രം അടിമകളെ പോലെ വേണമെങ്കിൽ ചെയ്തു എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ് അതാണ്. പക്ഷേ ജനങ്ങളുമായി ഉത്തരവാദിത്തമുള്ളത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്താ പറയുക, ജനങ്ങൾക്ക് റേഷൻ നഷ്ടപ്പെടും. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇ-പോസിൽ നിന്ന് അവരുടെ പേരെടുത്ത് മാറ്റി കഴിയുമ്പം ഞങ്ങളുമായിട്ടല്ലേ അവർക്ക് ബന്ധം. ഗവൺമെൻറ്റുമായിട്ടൊന്നും ജനങ്ങൾക്ക് ബന്ധമില്ലല്ലോ, റേഷൻ കടക്കാരുമായിട്ടാണ് ബന്ധം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് ഞായറാഴ്ച ദിവസം ഞാനിത് ഓണാക്കി കടയിലിരുന്നു. 2-3 പേര് വാങ്ങിക്കാൻ വന്നപ്പോൾ റേഷൻ വിതരണം കൊടുക്കാൻ ഒക്കത്തില്ല. അതിനുള്ള സംവിധാനം അവർ ബ്ലോക്ക് ചെയ്തു. ആധാർ മാത്രം ലിങ്ക് ചെയ്യാൻ. ആ സംവിധാനത്തിൽ ആധാർ ലിങ്ക് ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ഇത് അവധി കൊടുത്തുകൊണ്ട് അന്ന് റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് ആധാർ ശരിയാക്കുക. ബാക്കിയുള്ള 5 ദിവസം റേഷൻ വിതരണം നടത്തും. അപ്പോൾ റേഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും. ഞാൻ റേഷൻ വാങ്ങിക്കാൻ വന്നത്. തകരാറിലാണെന്നാണ് പറയുന്നത്. അറിയില്ല, ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. സാധനം വാങ്ങിക്കാൻ വന്നവരും മസ്റ്ററിങ്ങിനായിട്ട് എത്തിയ ആളുകളൊക്കെ പട്ടം ചുറ്റിയ അവസ്ഥയിലാണ്. എത്ര പേര് വന്നു രാവിലെ? ആകെ ഒരു ബില്ല് വിതരണത്തിന് അടിച്ചിട്ടുള്ളൂ. ബാക്കി കുഴപ്പമില്ല. പ്രവർത്തനം ഇത്തിരി പ്രയാസമാണ്. പിന്നെ ഈ സമയത്ത് ഇപ്പോൾ കടക്കാർ പലരും അടച്ചു പോയി. ഏകദേശം പകുതി കടക്കാർ അടച്ചു പോയതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം നോക്കി നിൽക്കുക. രാവിലെ വന്നതാ, ഇപ്പം 2 പ്രാവശ്യം ഒത്തിരി നേരമായി. വരും പോകും അങ്ങനെ നിൽക്കുക. ഇപ്പോൾ 2 കാർഡുകാർക്കാണ് മസ്റ്ററിങ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ, ഒന്ന് മുൻഗണനാ കാർഡുകാരും പിന്നെ ഈ മഞ്ഞ കാർഡ് അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞ് അവർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടേത് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. പലരും നല്ല ചെറുപ്രായത്തിൽ എടുത്ത് ആ സമയത്ത് ആധാരവും നല്ല ബയോമെട്രിക് ഒന്നും തന്നെ എടുക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. ദയവായി കാത്തിരിക്കുക എന്നുള്ളതാണ് മെഷീൻ പറയുന്നത്. എത്ര സമയം കാത്തിരിപ്പ് വേണ്ടിവരുമെന്നത് അനിശ്ചിതമായി തന്നെ തുടരുകയാണ്. ഇ-പോസ് മെഷീനുകൾ നിരന്തരം പണി മുടക്കിക്കൊണ്ടിരുന്ന കാലത്ത് നിന്നും ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് മെഷീൻ പണി തന്നിരിക്കുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.